നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. വിമാനാപകടങ്ങൾ നമ്മെ പേടിപ്പിക്കുന്നു, കൂടുതലായി പേടിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട കാരണം വല്ലപ്പോഴും ഒരിക്കലെങ്കിലും നമ്മൾ വിമാനത്തിൽ കയറുന്ന ആളുകളാണ്. നാട്ടിലായിരുന്നെങ്കിൽ ഇത്രയധികം നമ്മൾ വിമാനയാത്ര ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്കും നമ്മളെയും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. ഈ കഴിഞ്ഞ ദിവസം വാഷിങ്ടൺ DC-യിൽ വിമാനം തകർന്നു. 2 വിമാനങ്ങൾ ഹെലികോപ്റ്റർ പോയി കൂട്ടിയിടിച്ചു. ഹെലികോപ്റ്റർ പോയി ആ യാത്രാ വിമാനത്തിനിട്ട് പോയി ചെറുതായിട്ട് ഇടിക്കുകയാണ് ചെയ്തത്. രണ്ടും തകർന്നു. അതിലുണ്ടായിരുന്ന വിമാനത്തിലുണ്ടായിരുന്ന 64 പേരും ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 3 പേരും മരിച്ചു. 67 പേര്. അതിൻ്റെ പിറ്റേ ദിവസം ഫിലഡൽഫിയയിൽ അപകടം ഉണ്ടായി. ഈ മെക്സിക്കോയിലേക്ക് പോകുകയായിരുന്ന ഒരു ലിയർ ജെറ്റ്, അത് പ്രൈവറ്റ് സ്വകാര്യ വിമാനമാണ്. ആ വിമാനം പറന്നുയർന്ന് അധികം താമസിയാതെ തന്നെ തകർന്നു വീണു. ആ തകർന്നു വീണ് അതിൻ്റെ അകത്തുണ്ടായിരുന്ന 6 പേരും മരിച്ചു. അത് ഈ മെക്സിക്കോയിൽ നിന്നൊരു കുട്ടിയെ, രോഗബാധിതയായ ഒരു കുട്ടിയെ ഇവിടെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, വിദഗ്ധ ചികിത്സയ്ക്കായിട്ട്. ആ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ആ താഴേക്ക് വീണു, കത്തി. അവിടെ ഉണ്ടായിരുന്ന വീടുകളെല്ലാം പല വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ച് കത്തിപ്പോയി. ഇനി ആ വീടുകളിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം മരണസംഖ്യ 617. ഇനി അതിൽ കൂടുതലാകുമെന്ന് അറിയേണ്ടിയിരിക്കുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മെ അലോസരപ്പെടുത്തുന്നു, നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കുന്നു. അതിലുപരി ഈ വിമാനാപകടത്തെ പറ്റിയുള്ള കോൺസ്പിറസി തിയറികൾ ധാരാളമായിട്ട് കണ്ടു. അതാരെയോ, കാരണം ആ യാത്രക്കാരാരാണ്, 64 യാത്രക്കാർ. ആ യാത്രക്കാർ കാൻസാസിൽ നിന്ന് വരുന്നവരാണ്. അവരുടെ പൂർണ്ണ വിവരം വിട്ടിട്ടില്ല. അതുകൊണ്ട് അതിലെന്തോ കാര്യപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കിയത്, മനഃപൂർവ്വം ഒരു അപകടം ഉണ്ടാക്കിയതാണ്. ആ രീതിയിലുള്ള കോൺസ്പിറസി തിയറികൾ നമ്മുടെ നാട്ടിലാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു വിളനിലം. ഈ കോൺസ്പിറസി തിയറികളൊക്കെ അവിടെയാണ് കണ്ടുപിടിക്കപ്പെടുന്നതും അവിടെയാണ് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്നതും. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ട്രംപ് ഭരണം ഏറ്റ ശേഷം എല്ലാം ഭയങ്കരമായിട്ട് എല്ലാം തകർക്കുന്ന രീതിയിലാണെന്നാണ് നാട്ടിലെ റിപ്പോർട്ടുകളെല്ലാം. അത് കണ്ടിട്ടാണ് നമ്മൾ തന്നെ അറിയുന്നത്, ഇങ്ങനെയൊക്കെയാണോ ഇവിടെ കാര്യങ്ങളെന്ന്. സത്യത്തിൽ നമ്മൾ അറിയുന്നിടത്തോളം അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില ട്രംപിൻ്റെ ഉത്തരവുകൾ ചില ഭാഗങ്ങളെ ബാധിക്കുന്നു എന്നല്ലാതെ ഈ പറയുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. പക്ഷേ നാട്ടിലുള്ളവർക്ക് നമ്മളെക്കാൾ ബുദ്ധിയും അറിവും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെ പുതിയ പുതിയ സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അതെങ്ങനെയായാലും ഈ വിമാനാപകടത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാൻസാസിൽ നിന്ന് വരുന്ന ആ വിമാനം, അമേരിക്കൻ എയർലൈൻസിൻ്റെ, അവർക്ക് വേണ്ടിയിട്ട് പറക്കുന്ന ആ വിമാനം, അത് ബൊംബാർഡിയർ, 60 യാത്രക്കാരും 4 ക്രൂവും. അപ്പോൾ അവരെ ഇറങ്ങാനായിട്ട് പോകുന്നു. ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് വാഷിങ്ടൺ DC-യിൽ നിന്നുള്ള ഒരു ബ്ലാക്ക് ഹോക്ക് സൈനിക വിമാനം, അത് 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ നിലയിൽ 4 പേര് വേണ്ടതാണ്, പക്ഷേ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 3 പേര്. അതിൽ ഒരു വനിതാ പൈലറ്റും ഉണ്ടായിരുന്നു ആ കൂടെ. ആ വനിതാ പൈലറ്റിൻ്റെ പേര് പുറത്തു വിട്ടിട്ടില്ല. പുറത്തു വിടരുതെന്ന് അവരുടെ കുടുംബം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പുറത്തുവിടാത്തതെന്നാണ് സൈന്യം പറയുന്നത്, സൈനിക അധികൃതർ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പേര് പുറത്തു വിടുന്നത് പോലും എന്തെങ്കിലും പ്രശ്നമായി തീരുമോ എന്നുള്ളൊരു ചിന്താഗതി. അപ്പോൾ ഈ വിമാനം, ഈ ഇറങ്ങാൻ പോകുന്നൊരു വിമാനത്തെ ഈ ഹെലികോപ്റ്റർ പോയി ഇടിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പുറകിൽ പോയി ഇടിക്കുകയാണ് ചെയ്തത്. അപ്പം അത് എയർ ട്രാഫിക് കൺട്രോളിലുള്ളവർ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഇറങ്ങാൻ വരുന്ന ഈ വിമാനം കാണുന്നുണ്ടോ എന്ന് 1-2 തവണ ചോദിക്കുന്നുണ്ട്. കാണുന്നുണ്ട് എന്ന് ഹെലികോപ്റ്ററുള്ളവർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ കണ്ടത് ഈ വിമാനമാണോ ഇതിൻ്റെ പുറകെ വരുന്ന വിമാനമാണോ എന്നത് മാത്രമാണ് വ്യക്തമാകാത്ത കാര്യം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇതിലിട്ട് പോയി ഇടിക്കുന്ന സ്ഥിതി വന്നത്. പക്ഷേ എന്തായാലും 200 അടി ഉയരത്തിൽ പോകേണ്ട വിമാനം എന്തുകൊണ്ട് 300 അടിയിൽ കൂടുതൽ ഉയരത്തിൽ പോയി എന്നും ഹെലികോപ്റ്റർ എന്നും അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളിൽ 2 പേര് വേണ്ടടുത്ത് ഒരാളായിരുന്നു ജോലി ചെയ്തിരുന്നത്. 2 പേരുടെ ജോലി ഒരാളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതും ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഈ ആൾക്ഷാമവും അതുപോലെ തന്നെ അശ്രദ്ധയാണോ കെടുകാര്യസ്ഥതയാണോ അതോ അബദ്ധമാണോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. ഈ സംഭവം കഴിഞ്ഞ ഉടനെ പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രതികരണമാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞത് ഈ നല്ല ക്ലിയർ രാത്രിയായിരുന്നു, ശരിക്കുള്ളൊരു രാത്രിയായിരുന്നു. ഈ വിമാനം ഇറങ്ങുന്നത് ബ്ലേസിംഗ് ലൈറ്റ്സ് എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് അത് ഇറങ്ങുകയാണ്, വ്യക്തമായിട്ട് കാണാമായിരുന്നു. പിന്നെ അതിനിട്ട് പോയി ഈ ഹെലികോപ്റ്റർ പോയി എങ്ങനെ ഇടിച്ചു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇടിക്കാനുള്ള കാരണം എന്താണ്? എന്നിട്ട് പിന്നെ അദ്ദേഹം ഇതിനെ കുറ്റപ്പെടുത്തുന്നത്
ഈ ഡെമോക്രാറ്റിക് നയങ്ങൾ, പ്രസിഡന്റ് ഒബാമയുടെയും ബൈഡൻ്റെയും ഒക്കെ നയങ്ങൾ, അതായത് ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞ ആ പോളിസി, അത് ഈ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്താൻ വേണ്ടി, അവർക്കൊക്കെ വേണ്ടി, അവരെയൊക്കെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ക്വാളിറ്റി, നമ്മുടെ ആ പിന്നെ മെറിറ്റിൻ്റെ പ്രാധാന്യം എടുത്തു കളഞ്ഞു. യോഗ്യതയുള്ളവരെ അല്ല നിയമിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പിന്നെ പറയുകയും ചെയ്തു. അപ്പോൾ അതൊരു വിവാദമായി. ഈ ഇങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭം വരുമ്പോൾ, ഒരു ദേശീയ ദുരന്തം വരുമ്പോൾ, പ്രസിഡന്റിനെ പോലെ ഒരാൾ, പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫാദർലി ആയിട്ട് അതിനെ സമാശ്വസിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നതിന് പകരം ഇങ്ങനെ ഒരു പാർട്ടിസാൻ, ഒരു പാർട്ടി അടിസ്ഥാനത്തിലുള്ള ഒരു പരാമർശം നടത്തുകയും അതിൽ നിന്നൊരു മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്ന രീതിയിലാണ് പരക്കെ വിമർശിക്കപ്പെട്ടത്. ന്യൂയോർക്ക് ടൈംസൊക്കെ അതിനെപ്പറ്റി ഇന്ന് കൃത്യമായ ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു. പല ഭാഗത്തും ഇങ്ങനെയുള്ള ലേഖനങ്ങൾ വരുന്നു. പ്രസിഡന്റിന് ഏതായാലും ഒട്ടും അനുകൂലമായ ഒരു കാര്യമല്ല അത്, അങ്ങനെ പറയുകയും അങ്ങനെ പെരുമാറുകയും ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസിഡന്റ് എപ്പോഴും ഒരു പാർട്ടിസാൻ, ഒരു പക്ഷപാതപരമായിട്ട് ഒരു കക്ഷി നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പ്രശ്നത്തിൽ ഇത് ഒരു കോൺസ്പിറസി തിയറികൾ നമ്മൾ തള്ളിക്കളയാമെങ്കിൽ കൂടി ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്താണെന്ന് ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഇത്തരമൊരു അപകടം വന്നത്, അതുപോലെ തന്നെ ഈ ഒരു വിമാനാപകടം വന്നാൽ ഈ 64 പേരും 67 പേരും മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. ഒരാളില്ലാതെ മരിക്കുക ഒരു വിമാനാപകടത്തിൽ, അതും ഈ വാഷിങ്ടൺ DC പോലെ ഏറ്റവും അധികം സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ളൊരു സ്ഥലത്ത്. കാരണം ആ ഭാഗത്തേക്കൊന്നും ആർക്കും അടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമം നടത്താനോ ഒന്നും എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു വിമാനാപകടം ഉണ്ടാക്കി അതിലെ മുഴുവൻ പേരും മരിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിശയകരമായിട്ട് തോന്നുന്നു. എന്തായാലും ഇതിനൊരു അന്വേഷണത്തിൽ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും. ഈ കോൺസ്പിറസി തിയറിക്കൊന്നും അർത്ഥമില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരുതാനായിട്ട്.